നമസ്കാരം. ഇന്ന് ഷഷ്ടിയാണ്. സാക്ഷാൽ മുരുക ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസവും മുരുകപ്രീതിക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ദിവസം കൂടിയാണ് ഇന്നേ ദിവസം തീർച്ചയായും ചില കാര്യങ്ങൾ നാം ഏവരും വീടുകളിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതേക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ആ കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ തീർച്ചയായും ചെയ്യുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ചില കാര്യങ്ങൾ, ചില ലക്ഷണങ്ങൾ കാണുന്നത് അതീവ ശുഭകരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷാൽ മുരുക ഭഗവാൻ വന്ന് അനുഗ്രഹിക്കുകയാണ് എങ്കിൽ കാണുന്നതായ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഇന്നേ ദിവസം കാണുകയാണ് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിറയുക തന്നെ ചെയ്യും. ആ ലക്ഷണങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ഏവരും സാക്ഷാൽ മുരുകസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം മജത് ഭൂവേ നമഃ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ മയിലിന്റെ സാന്നിധ്യം ഉണ്ടാവുകയാണ് എങ്കിൽ, അഥവാ മയിൽ നിങ്ങളുടെ വീടുകളിലേക്ക് വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. ഭഗവാന്റെ സാന്നിധ്യം ആ വീടുകളിലുണ്ട് എന്നും ഭഗവാൻ വീടുകളിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ തീർച്ചയായും ആ വീടുകളിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ആഗ്രഹ സാഫല്യങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ, ശത്രുവിജയം ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഉപ്പന്റെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകുന്നതും അതീവ ശുഭകരമായി തന്നെ കണക്കാക്കാം. കൂടാതെ പാമ്പിന്റെ സാന്നിധ്യം ഇന്നേ ദിവസം വീടുകളിൽ കാണുകയാണ് എങ്കിൽ, പറമ്പിൽ കാണുകയാണ് എങ്കിൽ അതും അതീവ ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. കൂടാതെ ഇന്നേ ദിവസം ശംഖുലി കേട്ട് ഉണരുവാൻ സാധിക്കുകയാണ് എങ്കിൽ, അത്തരത്തിൽ നിങ്ങൾക്ക് ഉണരുവാനുള്ള അവസരം ലഭിച്ചു എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന ഏറ്റവും ശുഭകരമായ കാര്യങ്ങളുടെ തുടക്കമാകാം. അല്ലെങ്കിൽ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അടിതെറ്റി നിൽക്കുകയാണ് എങ്കിൽ അതിൽ നിന്നും ഒരു കുതിച്ചുചാട്ടം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. ചില വ്യക്തികൾക്ക് വളരെയധികം വിഷമങ്ങൾ മനസ്സിൽ ഉണ്ടാകുന്നതാണ്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷം പെട്ടെന്ന് കടന്ന് വരിക തന്നെ ചെയ്യും. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ, അതായത് എന്തെന്നില്ലാത്ത സന്തോഷം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരികയും മനസ്സിലെ ദുഃഖങ്ങൾ എല്ലാം തന്നെ മനസ്സിൽ നിന്നും അകന്ന് പോവുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ ശരീരത്തിൽ പ്രത്യേകിച്ചും നിങ്ങളുടെ നെറ്റിയിൽ ചൂട് കൂടുതലായി അനുഭവപ്പെടുകയാണ് എങ്കിൽ അത് അതീവ ശുഭകരമാണ്. പ്രത്യേകിച്ചും ഭഗവാന്റെ ചിന്തകൾ, ഭഗവാനെ നിങ്ങൾ സ്മരിക്കുന്നതായ അവസരത്തിലോ ഭഗവാന്റെ നാമങ്ങൾ, മന്ത്രങ്ങൾ ജപിക്കുന്നതായ സാഹചര്യത്തിലോ ഇത്തരത്തിൽ ചൂട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണ് എങ്കിൽ അത് ഭഗവാന്റെ സാന്നിധ്യമായും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ വീടുകളിലുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാകുന്നു. ഭഗവാന്റെ സാന്നിധ്യം വർദ്ധിച്ച അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹമുള്ള വ്യക്തികൾക്കാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതലായും സംഭവിക്കുക. ഇന്നേ ദിവസം ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങൾ ധാരാളമായി വിടരുന്നതും മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ വിടരുന്നതും അതീവ ശുഭകരമാണ്. കൂടാതെ ഇന്നേ ദിവസം വീടുകളിൽ ഏത് പുഷ്പമാണ് എങ്കിലും വിടരുകയാണ് എങ്കിൽ ശുഭമാണ്. എങ്കിൽ പോലും ചുവന്ന പുഷ്പങ്ങൾ വിടരുകയാണ്, ധാരാളമായി വിടരുകയാണ് എങ്കിൽ അത് ഭഗവാന്റെ സാന്നിധ്യം, ഭഗവാന്റെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇന്നേ ദിവസം അപ്രത്യക്ഷമായി ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നതും അതീവ ശുഭകരമാണ്. ഇന്നേ ദിവസം ദർശനം നടത്തണം എന്ന് വിചാരിക്കാതെ തന്നെ ഇന്നേ ദിവസം ദർശനം നടത്തുവാൻ സാധിക്കുക. പെട്ടെന്ന് തന്നെ തീരുമാനം എടുത്ത് പോകുവാൻ സാധിക്കുന്നത് പോലും ശുഭകരമായ ഒരു സൂചനയാകുന്നു. ഇന്നേ ദിവസം ഭഗവാന്റെ ക്ഷേത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് മധുരം ലഭിക്കുകയാണ് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം, ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാകുന്നു.
ഇന്നേ ദിവസം പ്രത്യേകിച്ചും നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമായി തീരുക, അല്ലെങ്കിൽ ശുഭകരമായ വാർത്തകൾ കൂടുതലായും ജീവിതത്തിൽ കേൾക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങളുടെ സൂചനയായും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ നിലനിൽക്കുന്നു എന്ന വ്യക്തമായ സൂചനയായും പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇന്നേ ദിവസം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തീരുകയാണ് എങ്കിൽ അതും ശുഭലക്ഷണം തന്നെയാണ്. കൂടാതെ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയതായ ചില വസ്തുക്കൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതും ഭഗവാന്റെ അനുഗ്രഹം കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നും നിങ്ങളുടെ ജീവിതത്തിൽ തടഞ്ഞു നിൽക്കുന്നതായ അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്നതായ ചില സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ തെളിയാൻ പോകുന്നതിന്റെ സൂചനയായും പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. ഇന്നേ ദിവസം അപ്രത്യക്ഷമായി ധനം കൈകളിലേക്ക് വന്നു ചേരുകയാണ് എങ്കിൽ അതും ശുഭകരമായ ലക്ഷണമാകാം. കാരണം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നതായ പണം, കൈവായ്പകൾ തിരികെ ലഭിക്കുക, പ്രതീക്ഷിക്കാതെ തന്നെ ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നത് വന്നു ചേരാൻ പോകുന്ന ഏറ്റവും ശുഭകരമായ കാര്യങ്ങളുടെ അഥവാ ധനപരമായ നേട്ടങ്ങളുടെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായി ഇന്നേ ദിവസം സമ്മാനങ്ങൾ ലഭിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്നതായ വസ്ത്രം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ സമ്മാനമായി ലഭിക്കുകയാണ് എങ്കിലും അത് ശുഭകരമായി തന്നെ സൂചനയായി പരാമർശിക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം നിങ്ങൾ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും മയിലിന്റെ ശബ്ദം കേൾക്കുകയാണ് എങ്കിലും മയിലിന്റെ സാന്നിധ്യം ആ സമയം വീടുകളിൽ ഉണ്ടാവുകയാണ് എങ്കിലും ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഭഗവാന്റെ സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഇന്നേ ദിവസം പ്രത്യേകിച്ചും വീടുകളിലെ സ്ത്രീകൾക്ക് മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം നിറയുന്നതാകുന്നു. സന്താനങ്ങളെ കുറിച്ച് ശുഭകരമായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താലും സന്താനങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭകരമായ ലക്ഷണങ്ങളുടെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ സാഹചര്യത്തിൽ ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ എന്തെന്നില്ലാതെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുന്നതാണ്. ഭഗവാന്റെ പ്രതിഷ്ഠ കണ്ട മാത്രയിൽ തന്നെ നിങ്ങൾക്ക് ഒന്നും പറയുവാൻ സാധിക്കാതെ, ഒന്നും പ്രാർത്ഥിക്കുവാൻ സാധിക്കാതെ ഭഗവാനിൽ ലയിച്ച് നിൽക്കുന്നതായ ഒരു കാര്യം, അത്തരത്തിലൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളിലുണ്ട് എന്നും ഭഗവാൻ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയാൻ പോകുന്നു. നിങ്ങളുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പല ദുഃഖ ദുരിതങ്ങൾക്കും പരിഹാരം ഭഗവാനായി തന്നെ കാണുവാൻ പോകുന്നു. അതിനുള്ള സമയമായി എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. കൂടാതെ നിങ്ങളിൽ അനുഗ്രഹം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ ഇന്നേ ദിവസം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പിണക്കങ്ങൾ, തർക്കങ്ങൾ എന്നിവ പരിഹരിക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ അതും ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ വീടുകളിൽ പാചകം ചെയ്യുന്നതായ ആഹാരം എല്ലാവർക്കും കൃത്യമാവുകയാണ് എങ്കിൽ അതും ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം നിങ്ങൾക്ക് സൽചിന്തകൾ മനസ്സിൽ കൂടുതലായി വന്നു ചേരുകയാണ് എങ്കിൽ ദുഷ്ചിന്തകൾ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിൽ നിന്നും ഒഴിവാക്കുവാൻ, നെഗറ്റീവായ ചിന്തകൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നു എങ്കിൽ പോലും അത് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എന്ന കാര്യവും ഓർക്കുക. ഈ പരാമർശിച്ചിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും കാണുകയാണ് എങ്കിൽ ഭഗവാൻ നിങ്ങളുടെ വീടുകളിൽ വന്നു, ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് എന്ന് മറക്കാതിരിക്കുക.